നിങ്ങൾ ഈ കാണുന്നത് മാലിക് ദിനാർ പള്ളിയാണ്. മാലിക് ദിനാർ പള്ളി കാസർഗോഡാണുള്ളത്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് മാലിക് ദിനാർ പള്ളി. മാലിക് ദിനാർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുമ്പോൾ ചില പണ്ഡിതന്മാർ പറയുന്നു ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് ഇവിടെ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി വന്നവരാണ്, അതോടൊപ്പം സഹാബിയാണ് എന്ന് പറയുന്ന അഭിപ്രായമുള്ള ആളുകളുണ്ട്. ചില ആളുകൾ പറയുന്നത് മാലിക് ദിനാറും സംഘവും താബിഈങ്ങളിൽപ്പെട്ട ആളുകളാണെന്ന് പറയുന്നുണ്ട്. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഉത്തമ നൂറ്റാണ്ടിൽപ്പെട്ട ആളുകളാണ്, വലിയാണെങ്കിലും സഹാബത്താണെങ്കിലും. അതോടൊപ്പം മാലിക് ദിനാർ പള്ളിയിൽ വരുമ്പോൾ നമ്മൾ കാണുന്ന വല്ലാത്ത ചിന്തിപ്പിക്കുന്ന വേറൊരു രംഗമാണ് മക്കാമിൻ്റെ മുമ്പിൽ തന്നെ അനേകമായിരം ആളുകളുടെ ഖബറുകൾ. ഇത് വല്ലാത്തൊരു ഓർമ്മപ്പെടുത്തലുകളാണ്. നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും, ഇങ്ങനെ നിരനിരയായി ഇങ്ങനെ ഒരുപാട് ഖബറുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് വല്ലാത്തൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇന്നല്ലെങ്കിൽ നാളെ അടുത്ത് തന്നെ നമ്മളും അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടതാണ്, അല്ലെങ്കിൽ നമ്മൾ തയ്യാറായി നിൽക്കേണ്ടതാണ് എന്ന് പറയുന്ന ഓർമ്മപ്പെടുത്തലാണ് മാലിക് ദിനാർ പള്ളിയിൽ വരുമ്പോൾ നമ്മളെ ഇങ്ങനെ തികട്ടി നമ്മുടെ മനസ്സിൽ വരുന്നത്. അള്ളാഹു എന്തായാലും ഇവിടെ മരണപ്പെട്ടു പോയവർക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആർക്കെങ്കിലും സിയാറത്തോ അതല്ലെങ്കിൽ വല്ല പ്രയാസമുണ്ട് എങ്കിൽ മാലിക് ദിനാർ പള്ളിയിൽ വരാം, സിയാറത്ത് ചെയ്യാം. അനേകമായിരം ആളുകൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് മാലിക് ദിനാർ പള്ളിയും പരിസര പ്രദേശവും.